കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഒരു ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് നിർബന്ധ ബുദ്ധി ചില ആൾക്കാർക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ്. ക്ഷമയില്ല നിർബന്ധ ബുദ്ധി. ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി കാണിക്കുന്നവരോ വാശി കാണിക്കുന്നവരോ ഒന്നും രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ബ്ലേഡുകാർ റൂട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ഫൈനാൻസിയേഴ്സ് ഉണ്ട് അല്ലേ? കച്ചവടക്കാരല്ല, ബ്ലേഡ് കച്ചവടക്കാർ, പലിശക്കാരുണ്ട്. നിങ്ങളവരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരൊറ്റ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചു നോക്ക്. ഇതൊക്കെ പഠിച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരു മനുഷ്യൻ അധ്വാനിച്ച് കാശുണ്ടാക്കാവുന്നതിൽ കൂടുതൽ ഈശ്വരൻ തരുവാണെങ്കിൽ വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. അത് വിനിയോഗിക്കണ്ടില്ല. അത് ബ്ലേഡ് പലിശയ്ക്ക് അറക്കുന്ന ആൾക്കാരുണ്ടല്ലേ. പിടി വാശിയുടെ കാര്യമാണ് പറയുന്നത്. 30,000 കൊടുത്താൽ 50,000 കൊടുത്തു കഴിഞ്ഞാൽ അത് 50 ലക്ഷമാക്കി 12 ലക്ഷമാക്കി. സത്യം പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ പോലും സ്വസ്ഥമായിട്ട് ജീവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഓരോ ആൾക്കാരെയും, ഫിനാൻസിലുള്ള ഓരോ ആൾക്കാരെയും, ഒന്നീ ഫിനാൻസുകാരന് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടാകുക, നഷ്ടങ്ങളുണ്ടാകുക, ഭാര്യയെ പിരിഞ്ഞു പോവുക, അല്ലെ ഭാര്യ ആരെങ്കിലും കൊണ്ട് പോവുക, പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടാകുക, അന്യഥാ ബന്ധങ്ങളുണ്ടാകുക. ഒരു ദിവസം പോലും മനസ്സമാധാനമായിട്ട് നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നില്ല. ശരിയല്ലേ? ഉറക്കം വരത്തില്ല. അതൊരു പിടിവാശിയാണ്. എനിക്ക് 30 കൊടുത്തു കഴിഞ്ഞാൽ 50 കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് പിടിച്ച് മേടിക്കുന്ന എന്ന് പറഞ്ഞ പോലെയാണ് ചില ആൾക്കാർക്ക് ചില വാശികൾ. ചില ഭാര്യാഭർത്താക്കന്മാർ വന്നിട്ട് പറയാം, എൻ്റെ ഭർത്താവിന് ഭയങ്കര വാശിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വാശിയാണ്. ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ ഇന്ത്യയിലാന്നേ തന്നെ കൊണ്ടുപോകത്തില്ല ഭാര്യയെ. ഭാര്യ കെഞ്ചി ചിലപ്പോൾ ചോദിക്കും, 1 മാസം എന്നെ ഒന്ന് കൊണ്ടുപോയി നിങ്ങളുടെ കൂടെ, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കഴിയാനാ, അല്ലെ നിങ്ങളുടെ കൂടെ നിന്ന് ജീവിക്കാൻ. നടക്കില്ല. വാശിയാണ്. അതുപോലെ ചില സ്ത്രീകളുണ്ട്. ചില സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ പാണ്ടക്കെട്ട് കെട്ടിപ്പോകുന്ന പോലെ ഭർത്താക്കന്മാരോട്. ഈയിടെ ഒരാളിവിടെ വന്നിട്ട് പറഞ്ഞാൽ, എൻ്റെ പൊന്നു സാറേ ഞാൻ സഹിച്ച് വയ്യാന്ന്. ഞാൻ പറഞ്ഞ കാര്യം എന്താ സുഹൃത്തെ പറയും. അവളോടൊന്നും പറയാൻ പറ്റത്തില്ല. വെള്ളത്തിലൂടെയും പറ്റത്തില്ല, സ്നേഹത്തൂടെയും പറ്റത്തില്ല, അല്ലാതെയും പറ്റത്തില്ല. അപ്പോഴേ പാണ്ടം കിട്ടും, വീട്ടിൽ പോകും. അതെന്ത് ഈ വീട്ടിൽ പോകുന്ന ആങ്ങളമാരും ഇല്ലേ, അല്ലെ നാത്തൂന്മാരും ഇല്ല. നാത്തൂന്മാരും ഇല്ല, ആങ്ങളമാരും ഇല്ല. അപ്പോൾ അവക്കാണ് അവിടുത്തെ വീട്. ഇങ്ങാർക്ക് അവിടെ പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഇദ്ദേഹത്തെ കുത്തുവാളയെടുത്ത് അല്ലെങ്കിൽ മോശമാക്കിയതിന് ശേഷം ഏതെങ്കിലും രീതി ഇവിടെ രക്ഷപ്പെടണം, അവിടെ പോകണം. കെട്ടിയും പോയില്ലേ, കളയാൻ പറ്റുമോ? ഇന്നത്തെ സമൂഹമല്ലേ അങ്ങനെ പറഞ്ഞതാ. അങ്ങനെ കഷ്ടപ്പെടുന്ന എത്രയോ പുരുഷന്മാരുണ്ടെന്നറിയാം. പുരുഷന്മാരായിട്ട് വലച്ചു കളയുന്ന ആയിട്ട് ചുമ്മാ ഓരോ കാര്യങ്ങൾക്ക് വാശി ഇടുന്ന, ക്ഷമിക്കാവുന്ന പല കാര്യങ്ങൾക്കും വാശി പിടിക്കുന്ന എത്രയോ സ്ത്രീകളുമുണ്ട്, പുരുഷന്മാർ. അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം, അതുപോലെ തിരുവാതിര നക്ഷത്രം, അതുപോലെ കാർത്തിക നക്ഷത്രം, അതുപോലെ ചതയ നക്ഷത്രം, അതുപോലെ രോഹിണി നക്ഷത്രം, അതുപോലെ പൂര നക്ഷത്രം. ഉള്ളിൽ വെച്ച് വാശി കാണിക്കുന്ന ആളാണ് പൂര നക്ഷത്രം. ഉത്തര നക്ഷത്രം അതിഗംഭീര നക്ഷത്രമാണ്. വാശിക്ക് ഒരു വാശി കാണിച്ചിട്ട് എന്തും ചെയ്യാൻ കഴിവുള്ള നക്ഷത്രമാണ്. പക്ഷേ അവസാനം സങ്കടപ്പെടേണ്ട ഒരവസ്ഥയുണ്ടാവും. അത് സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഈ നക്ഷത്രം ഉണ്ടെങ്കിൽ എന്നോട് വിരോധപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആ വാശി കുറയ്ക്കുക. വാശി, വൈരാഗ്യം, വിദ്വേഷമൊക്കെ ഒന്ന് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ
കുറച്ചൊക്കെ ഈശ്വരാധീനങ്ങളും കുറച്ചൊക്കെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മയേ ഉണ്ടാകത്തുള്ളൂ, മോശം ഉണ്ടാകത്തില്ല. ക്ഷമയാണ് ഏറ്റവും വലുത്. എൻ്റെ അടുക്കൽ വന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ചാടി എണ്ണിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് പ്രശ്നം അറിയണ്ട, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യം അറിയണ്ട, സ്വന്തം കാര്യം മാത്രം എന്നുള്ളൊരവസ്ഥ. ഒരു വയ്യാത്തൊരാൾ വന്നാലും പറയും ആദ്യം ഞാനല്ലേ വന്നേ, അവരവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ വാശി വൈരാഗ്യം ഒക്കെ ഒന്ന് കളഞ്ഞ് ഒരല്പം ഒന്ന് ക്ഷമിക്കൂ. കുറേശ്ശെ നമ്മൾ ക്ഷമ എനിക്കും ഇപ്പം ഞാൻ പറയുന്നത് ഈ ജ്യോത്സ്യനായ എനിക്കും ദേഷ്യമുള്ള മനുഷ്യനാണ് ഇല്ലേ? ഞാനും ഒരു ഹ്യൂമൻ ബോഡിയാണ് അല്ലേ? അപ്പം എനിക്കുമുണ്ട് ദേഷ്യം, എൻ്റെ മനസ്സിലുമുണ്ട്. പക്ഷേ അത് നമ്മൾ സാത്വികത്തോടു കൂടി നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ആ ദേഷ്യം വേണ്ട എന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നിത്യം ചെയ്യുന്ന കർമ്മം പോലെ നമ്മൾ ദേഷ്യം വരുമ്പോഴേ നമ്മൾ ആലോചിക്കുക. പിടിവാശിയും വാശിയും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നന്മയുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് 100% സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വിഷയവുമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നതുവരെ നിശ്ചയവുമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.